പറയേ. കിളിരൂരുളിയിലൊരു കിളിരൂരുളി വാലുരുളി വാലുരുളിയിലൊരു ചോരു. ഇത് ഞാൻ പറഞ്ഞല്ലേ? മതി 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 മതി. അതിന്റെ വേദന, മറ്റുള്ള വേദന നമുക്ക് വേഗം പോകും, പക്ഷെ ഈ വേദന പോവുകയും ചെയ്യില്ല. എനിക്കൊരു ഡൗട്ട് മാത്രമേ ചോദിക്കാനുള്ളൂ. പ്രിയപ്പെട്ട അത് ആരാണ്? തച്ചനല്ലേ? തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി ചത്തച്ചി പോലെ ഒരു ലോറി റാലി, സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. ഹലോ, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ചലഞ്ചിങ് വീഡിയോ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇന്ന് ചലഞ്ച് ചെയ്യോ എന്നുള്ളത്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ അനിയത്തിക്ക് എക്സാം ആണ്, അപ്പം സെം എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ അവൾ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും വരാറില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ചലഞ്ച് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. പിന്നെ അധിക ചലഞ്ചസും ഇങ്ങനെ എന്താ നോസ് പുള്ളിങ്, ഇയർ പിഞ്ചിങ് അതൊക്കെ നമ്മൾ ചെയ്തു. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആം പിഞ്ചിങ്, പിന്നെ സ്നീസിങ് ചലഞ്ച് ഒക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്നീസിങ് ചലഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് നമുക്ക് എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും? കുറേ യൂട്യൂബിലൊക്കെ നോക്കി. അപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനത്തെ മൂക്കുപൊടി പോലത്തെ പൊടികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നിലവിൽ നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ല. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് നല്ലതാണോ, അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടല്ലോ. പിന്നെ അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ സ്നീസിങ് ചലഞ്ച് ചെയ്യാത്തത്. എന്തായാലും ചെയ്യും. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്ന് പറഞ്ഞാൽ ആം പിഞ്ചിങ് ചലഞ്ചാണ്. അപ്പം ഞാൻ ആം പിഞ്ചിങ് ചലഞ്ച് എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവിടെ നുള്ളുവാന്നുള്ളതാണ്. ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നോക്കാമെന്ന് വിചാരിച്ച് യൂട്യൂബിൽ നോക്കിയപ്പോൾ അധികം പേര് ഇവിടെ കാണും, ഇവിടെ നുള്ളിൽ അധികം വേദന എടുക്കില്ലായിരുന്നു. ഇവിടെ നുള്ളുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇവിടെ നുള്ളുമ്പോൾ നല്ല വേദന ഉണ്ടാവും, നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ പറയുക, അതുകൊണ്ട് അത്ര വലിയ രീതിയിൽ നമ്മളത് ചെയ്യുന്നില്ല. ഇപ്പം ആം പിഞ്ചിങ് തന്നെ ചെയ്യുമ്പോൾ അത് മാത്രമാകുമ്പോൾ കാണുന്നവർക്ക് ബോറടിക്കുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നമ്മളൊരു ടങ് ട്വിസ്റ്റർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ കുറച്ച് ടങ് ട്വിസ്റ്റർ അവളോട് പറയും, അവൾ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഒഴിവാക്കും. ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ മാത്രം ആം പിഞ്ചിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഒരു ടങ് ട്വിസ്റ്റർ ഇവൾ എന്നോട് ചോദിക്കും. ഞാൻ അത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ആം പിഞ്ചിങ് ഒഴിവാക്കാം. 5 വട്ടം പറയണ്ട, 5 വട്ടം പറയണം. 3 വട്ടം പറഞ്ഞാൽ മതി. 3 വട്ടം. ഓക്കെ, ഞാനല്ലേ? അത് ഇവള് കറക്റ്റ് പറയണേ. വേഗം, ഈസിയെ പറയാൻ പാടുള്ളൂ. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. തച്ചൻ ചത്ത തച്ചൻ തച്ചയല്ലേ? തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. സ്റ്റാർട്ട്. ചത്തൻ ഒന്നും കൂടാ. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. അത് കുഴപ്പമില്ല. ഒരിക്കലും സ്പീഡ് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞാൽ അതിന് സംഭവം മനസ്സിലാക്കില്ല. അത് ആരാണ്? തച്ചനല്ലേ? തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി ചത്തച്ചി. ഇനിയില്ല. ഓക്കെ, ആരാണ് ഈ തച്ചത്തിയാ? തച്ചൻ ചത്ത ചത്തച്ചി. ഇവക്ക് തെറ്റി. ഇനി എന്നാ നുള്ളണം? ചെറുങ്ങനെ അവിടെ നുള്ളുമ്പോ നല്ല വേദന ഉണ്ടാവും. മെല്ലെ നുള്ളു. മതി 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 മതി. അതിന്റെ വേദന, മറ്റുള്ള വേദന നമുക്ക് വേഗം പോകും, പക്ഷേ ഈ വേദന പോവുകയും ചെയ്യില്ല. എനിക്കൊരു ഡൗട്ട് മാത്രമേ ചോദിക്കാനുള്ളൂ. പ്രിയപ്പെട്ട എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തിനാണ് ഇങ്ങനെ നുള്ളുന്നതും പിച്ചിന്റെയും ചലഞ്ച് എനിക്കറിയില്ല. ഈറ്റിംഗ് ചലഞ്ച് മാത്രം പറയുക. ഈറ്റിംഗ് ചലഞ്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഇത് ഫുൾ ഇപ്പൊ പിഞ്ചിന്റെയും അങ്ങനത്തെ ഫുൾ അങ്ങനത്തെ ചലഞ്ചസ് ആണ്. കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ നമുക്ക് നല്ല വേദനയുണ്ട്. അടുത്ത ഞാനല്ലേ? സിമ്പിൾ പറയണ്ട, ഞാൻ പറഞ്ഞതുപോലത്തെ. ഇത് കിട്ടണേ നല്ല സിമ്പിൾ. പോലെ ഒരു ലോറി റാലി, സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി, സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. കുറച്ച് സ്പീഡ്, ഇത് ഈ സിമ്പിൾ ആയതുകൊണ്ട് കുറച്ച് സ്പീഡിൽ 3 തവണ പറയണം. സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി, സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി, സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. യെസ്, ഇത് സിമ്പിൾ ആണെന്നുണ്ടായിന്. നമുക്ക് തുടക്കണം. ഞാൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആവ് തുറക്കാത്തത്, ഇവിടെ കൺവീനറേ ഇല്ല. അടുത്തത് ഞാനല്ലേ? സാരില്ല, അടുത്ത ഞാൻ. അച്ഛനെ വിളിക്കാന്ന് വിചാരിക്കണ്ട. ഒളരിയിലെ മുരളി കളരി പഠിച്ചു. ഇതിൽ നോക്കി പറയണ്ട, പിന്നെ വായിക്കാൻ ആർക്കും ആവില്ലേ നോക്കിട്ട് വായിക്കാൻ. ഞാൻ നോക്കട്ടില്ല. ഒളരിയിലെ മുരളി കളരി പഠിച്ചു അല്ലേ? ഒളരിയിലെ മുരളി കളരി പഠിച്ചു, ഒളരിയിലെ മുരളി കളരി പഠിച്ചു, ഒളരിയിലെ മുരളി കളരി പഠിച്ചു. കളരി പഠിച്ചു. അടുത്ത സിമ്പിൾ തന്നെ. ഇതിൽ നീ പറഞ്ഞ തച്ചൻ ചത്ത ആ സാധനം ഉണ്ടായി കേട്ടോ. ഇതിൽ പക്ഷെ എല്ലാം ഉരുളയുരുട്ടി ഉരുളിയിലിട്ടാല് ഉരുളയുരുളുമോ ഉരുളി ഉരുളുമോ? ഉരുള ഉരുട്ടി ഉരുളിയിലിട്ടാൽ. അങ്ങനെ ഒരു മിനിറ്റ്, ഞാനിപ്പോ പറഞ്ഞതുപോലെ സെപ്പറേറ്റ് അല്ല. ഉരുള ഉരുട്ടി ഉരുളിയിലിട്ടാൽ അച്ഛൻ ചപ്പച്ചി നല്ല കേട്ടിന്. എങ്ങനെ നീ പറഞ്ഞതെന്ന്? ഉരുള ഉരുട്ടി ഉരുളിയിലിട്ടാൽ ഉരുള ഉരുളും. തെറ്റി. എനിക്കൊരു ചാൻസ് കൊടുത്താൽ നിനക്ക് എത്ര ചാൻസ്? ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. അപ്പൊ എന്റെ ഇത് ഫസ്റ്റ് ടൈം ആണ്. എനിക്ക് ഇവിടെ നുള്ള ഉരുള ഉരുട്ടി ഉരുളിയിലിട്ടാൽ ഉരുള. ആര് ഉരുണ്ടാലും ഉരുളുമോണല്ലേ? ഞാൻ പറയട്ടെ, ഒരു ചാൻസ് നീ പഠിച്ചില്ല, അവർക്ക് കേട്ടില്ലല്ലോ. ഉരുള ഉരുട്ടി ഉരുളിയിലിട്ടാൽ ഉരുള ഉരുളലി. തെറ്റി, സംഭവം തെറ്റി. കൈ പൊന്നിക്കും. കാഴ്ച മേലില്ലെങ്കിൽ പിന്നെ തരും എനിക്ക്. അതാ പ്രശ്നം. മതി 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 പറഞ്ഞാൽ പിന്നെ എടുക്കണം. എന്തെന്നത് ഭയങ്കര വേദന ഉണ്ട്. ഞാൻ ഇങ്ങനെ വിളിയേ മുട്ടീനാ. അടുത്തത് ഇതിലെല്ലാം. അടുത്ത ഞാനല്ലേ? കിളിരൂരുരുളി വാലുരുളി, വാലുരുളിയിൽ ഒരു ചോറുരുള. എന്നത് ജസ്റ്റ് നോക്കാനെങ്കിലും.
കിളിയാ കിളിരൂരുരുളി കിളിരൂരുരുളി ഉരുളി കിളിരൂരുരുളി വാലുരുളി വാലുരുളിയിലൊരു ചോറുരുള വാരുളിയിലൊരു കേൾക്കുന്നവർ എന്താണ് കിളിരൂരുരുളി കിളി ഈ പറയുന്നത് കിളിരൂരുരുളി കിളിരൂരുരുളി വാലുരുളി വാലുരുളിയിലൊരു ചോറുരുള പറയേ എനിക്ക് എത്ര ചാൻസ് ഉള്ളിക്കോ എനിക്കൊന്ന് പറയാനല്ലേ എനിക്കൊന്ന് പറയാനതിനെ ഞാൻ പറഞ്ഞുതരാട്ടാ കിളിരൂരുരുളി വാലുരുളിയിലൊരു ചോറുരുള കിളിരൂരുരുളി വാലുരുളിയിലൊരു ചോറുരുള എനിക്ക് പറയാൻ അറിയാൻ തെളിക്കാനാണ് കേട്ടോ ഉള്ളിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നെ അറിയില്ലേ കുറച്ച് ഞാൻ ആദ്യം പിടിച്ചു അവിടെ ആംബിഞ്ചിങ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ചെയ്യാനാണ് ശരിക്കും ഇതൊന്നും ആയിക്കൂല ആംബിഞ്ചിങ് പക്ഷെ നമ്മളെ ആംബിഞ്ചിങ് ഇങ്ങനെയാണ് കേട്ടോ ഇതിനപ്പുറം സഹിക്കണം ഇവർക്ക് പരീക്ഷ ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ളിയിട്ടാണ് എനിക്ക് കൈവേദന കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റിയിട്ട് അങ്ങനെ വേണമെങ്കിൽ പറയും എല്ലാം കൂടെ എന്നെ തലക്ക് വരുത്താൻ വെച്ചിട്ട് അടുത്ത എന്താ എനിക്കാണെങ്കിൽ എല്ലാം സിമ്പിളാ കിട്ടിയത് ഞാൻ വേറെ ഒന്ന് നോക്കട്ടെ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കാം നിന്റെ ഇതിൽ എന്നെ ഒന്ന് നോക്കട്ടെ നോക്കട്ടെ അതെനക്കാണെങ്കിൽ പണ്ടായത് എന്തോ ഇത് കളകളം ഇളകുമോ അരുവിയിൽ അലകളിൽ ഒരു ചെറു ഒരു കൂലിയിൽ ഒരു പുളകം കളകളം ഇളകുമോ അരുവിയിൽ ഒരു ചെറു കളകളം ഇളകുമോ അരുവിയിൽ അലകളിൽ ഒരു കുളിയിൽ ഒരു പുളകം ഈ സംഭവം എനിക്ക് മനസ്സിലായി. അടുത്തത് ചരലുരുളുമ്പോൾ ഉരൽ ഉരുളില്ല. തെറ്റി. ചരലുരുളുമ്പോൾ ഉരൽ ഉരുളില്ല. അത് അങ്ങനെയല്ല, സെപ്പറേറ്റ് ആയിട്ടുള്ള. ചരലുരുളുമ്പോൾ ഉരൽ ഉരുളില്ല. ഒരു ഇത് പറയാൻ നീ എത്ര വട്ടം പറയുന്നേ? ഞാൻ നോക്കിയിട്ടല്ലേ, ഞാൻ എന്നെ പിച്ചിട്ടതിന് ശേഷം ഞാൻ പറയുന്നേ. ഓക്കെ, പിച്ച് മതി. എന്തൊരു ഷോക്ക് ആംബിഞ്ചിങ് ആണ് ഭഗവാനെ. അതായത് വേദന അധികം എടുക്കണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ആംബിഞ്ചിങ് പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ, അതായത് ഇങ്ങനെ ചുമ്മാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആംബിഞ്ചിങ് ചെയ്തുകൊണ്ട് അത് നല്ല ബോറാവുന്നുണ്ട്. അപ്പൊ സ്നീസിംഗ് ചലഞ്ച് പറഞ്ഞിട്ടുണ്ട്. എന്ത് പിന്നെ എന്തല്ലോ ഒന്നിപ്പോ നോസ് പുള്ളിങ് തന്നെ പാർട്ട് 2, ഇയർ പുള്ളിങ് പാർട്ട് 3, പിന്നെ ഹാക്ക് ചലഞ്ച്, ഹെവി ഹെയർ ഓയിൽ ചലഞ്ച് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെ പേര് ഹിന്ദിയിലൊക്കെ ചലഞ്ച് കമന്റ് ചെയ്യുന്നതുകൊണ്ട് ഹിന്ദി പിന്നെ എനിക്ക് നന്നായിട്ട് വായിക്കുമ്പോൾ വശമുള്ളതുകൊണ്ട് തന്നെ എനിക്കെല്ലാം തിരിഞ്ഞിട്ടുണ്ട്. അപ്പം ഇംഗ്ലീഷും ഹിന്ദി കൂടെ മിക്സ് ആക്കിയോണ്ട് നമുക്ക് എന്തൊക്കെയോ തിരിഞ്ഞത് വെച്ച് നമ്മൾ അതുപോലെ ചെയ്യാൻ ശ്രമിക്കാം. ഇത് ഞാൻ പറയുന്നവർക്ക് തിരിഞ്ഞുണ്ടാവില്ല അല്ലേ? സാരില്ല. പിന്നെ അവരെന്തെങ്കിലും കമന്റ് ഇടുന്നു. അപ്പോൾ അവർ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ട് കാണുന്ന വെച്ച് കമന്റ് ഇടുന്നത്. കുറേ ഹിന്ദിയിൽ കമന്റ് വന്നിട്ടുണ്ട്. ഹിന്ദി ഇംഗ്ലീഷും കൂടെ നമുക്ക് മനസ്സിലായത് വെച്ച് നമ്മൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം നമ്മൾ പറയുന്നത് അവർക്ക് തിരിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെയ്യാട്ടോ. അടുത്തത് നീ പറഞ്ഞത് ആർക്കും മനസ്സിലായില്ല. അടുത്തത് നീ എന്നോട് ചെയ്യും. ഒന്നും കാണുന്നില്ല. വേഗം ഇതിപ്പോ എത്ര എനക്ക കൂടുതൽ കിട്ടേ വെക്കാം. രണ്ടാ കുറെ പോലെ ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് നമ്മൾ നിർത്താം. സമയം ഒരു പരലുരുളൻ പയറുരുട്ടി ഉരലയിൽ വെച്ചാൽ ഉരലുരുളുമോ പരലുരുളുമോ? ഉരലുരുളുമോ പരലുരുളുമോ എന്ന് മാത്രം പറയാം. അത് പറ്റൂല. ഒരു പരലുരുളൻ പയറുരുട്ടി. ഒരു പരലുരുളൻ പയറുരുട്ടി. ഒരു പരലുരുളൻ പയറുരുട്ടി ഉരുളിയിൽ വെച്ചാലാ? ഉരലയിൽ വെച്ചാൽ ഉരലുരുളുമോ പരലുരുളുമോ? ഒരു പരലുരുളൻ പയറുരുട്ടി ഉരലയിൽ വെച്ചാൽ ഉരലുരുളുമോ പരലുരുളുമോ? ഒരു നാക്ക് പഠിക്കില്ല മാത്രം പറയാൻ പറ്റും. ഞാൻ നാക്ക് നന്നായിട്ട് പഠിച്ചോണ്ട് സ്വാദുപൂളങ്ങളെല്ലാം പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പറയാൻ പറ്റത്തു. ഇപ്പൊ നിലവിൽ ഇവിടെ ജയിച്ചിരിക്കുന്നത്. അടുത്തത് കൂടെ ഇവിടെ പറയുകയാണെങ്കിൽ അതിങ്ങനെ ഞാൻ ജയിക്കല്. അന്ന് ഇതിൽ ആരിപ്പോ ജയിക്കും? ഇതും കൂടെ പറയട്ടെ. ഞാൻ വേണമെങ്കിൽ ജയിക്കാം, എനിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല. ഇതും കൂടെ പറയും. വേഗം. എനിക്കിത് വായിക്കാൻ കിട്ടുന്നൊന്നുമില്ലപ്പാ. ഞാൻ വായിച്ചു തരാം, നീ പറ. കിളിരൂരുളി വാലുരുളിയിലൊരു ചോരു. ഇത് ഞാൻ പറഞ്ഞല്ലേ? സോറി ട്ടാ. അകതറവളവിലോരോ തളമരത്തിൽ 10-25 തിളങ്ങ. ഈശ്വര കേട്ടോ. അകതറവളവിലോരോ തളമരത്തിൽ 10-25 അളവ്. ഏതാ? അകതറ വളവിലോരോ തളമരത്തിൽ 10-25 ഉള്ള തിളങ്ങ. ആവൂല. വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലെല്ലാം 10 തത്ത ചത്തു ചത്ത തത്ത പച്ച. 5 തവണ സ്പീഡിൽ 10 തത്ത ചത്തു ചത്ത തത്ത പച്ച. 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 ഈ സ്പീഡില്ല. 10 തത്ത ചത്തു ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു ചത്ത തത്ത പച്ച.
അപ്പോൾ ഞാൻ ജയിച്ചു. അപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെയുള്ള ചലഞ്ചിൽ ഇവളേ ജയിക്കും, ഞാൻ എപ്പോഴും തോക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ തോറ്റുകൊണ്ടിരിക്കുമ്പോൾ അത് കാണാൻ നിങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കും. അതുകൊണ്ട് ഇനി ഞാൻ ജയിക്കാൻ പറ്റാത്തതുകൊണ്ട് നല്ല നല്ല ചലഞ്ചുകൾ കമന്റ് ചെയ്യുക. ഞാൻ ഒന്നുകൂടി പറയുന്നു, നിങ്ങൾ പറഞ്ഞ എല്ലാ ചലഞ്ചും നമ്മൾ എന്തായാലും ചെയ്യും, മറന്നിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പം ഇങ്ങനെ ഇവർക്ക് എക്സാം ഒക്കെ ആയതുകൊണ്ടാണ് ചലഞ്ചിങ് വീഡിയോസ് പെട്ടെന്ന് അങ്ങനെ ചെയ്തിട്ടിടാത്തത്. അപ്പോൾ ഇന്നത്തെ ചലഞ്ചിൽ ഇവൾ ജയിച്ചിട്ടുണ്ട്. എപ്പോഴത്തെ ചലഞ്ചിലും ഇവളത്തെ അങ്ങനെയല്ലേ ഉണ്ടാവും. എന്ത് പണിഷ്മെന്റ് ജയിക്കേണ്ട പണിഷ്മെന്റ് കമന്റ് ചെയ്യണമെങ്കിൽ അവർ വെറുതെ ഇരിക്കരുത് പറഞ്ഞു. ഇത് ഞാൻ തോറ്റതുകൊണ്ടുള്ള പണിഷ്മെന്റ് 10 സെക്കൻഡ്. വിട്ടുമുടി മാനസുഖം നല്ല വേദന എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വേദന എടുക്കും. ക്യാമറ കട്ട് ചെയ്തതിനു ശേഷം ഇവിടെ വേറൊരു ആംബിയൻസിംഗ് ഇട്ട് നടക്കുന്ന ഒരു ചലഞ്ച് ഞാൻ ഏറ്റെടുക്കുന്നില്ല, നടക്കുന്നതായിരിക്കും. ഇവളൊറ്റയ്ക്ക് ചെയ്യും, എന്ത് വേണം കമന്റ് ചെയ്തോ. എനിക്ക് ഒറ്റയ്ക്ക് ചലഞ്ച് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ ഇവളൊന്നിനും കൂടുതൽ എനിക്കിങ്ങനെ വേദന എടുക്കുന്നത് എനിക്ക് പറ്റൂല. അതുകൊണ്ട് വേദന ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ് ഇവിടെ നുള്ളുമ്പോൾ ഭയങ്കര വേദന. ഞാൻ നുള്ളുന്ന നിങ്ങൾക്ക് വേദനയേ അല്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ എല്ലാ ചലഞ്ചും മെല്ലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് ആംബിയൻസിംഗ് ആണോ ചോദിച്ചാൽ ആംബിയൻസിംഗ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം, നമുക്ക് ഇത്രേ ആവുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.